നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഒരു ഉള്ളിവടയാണ്. എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കണ മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ എല്ലാ വ്യൂവേഴ്സും കുറേ ലൈക്കും സപ്പോർട്ടും ചെയ്തിരുന്നു. അതേപോലെ ഇന്നും നിങ്ങൾ ചെയ്യണം കേട്ടോ. വരൂ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു 4 ഉള്ളിയെടുത്ത് ഇതേപോലെ നമ്മൾ കഷ്ണങ്ങളാക്കി അതിൽ ഉപ്പിട്ട് നല്ല കൈ കൊണ്ട് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് അതിലത്തെ വെള്ളം പിഴിഞ്ഞ ശേഷം പച്ചമുളക് ചെറുതായിട്ട് വെട്ടിയതും എന്നിട്ട് ഇഞ്ചി ചെറുതായിട്ട് വെട്ടിയതും ഇട്ട് നല്ലോണം കുഴയ്ക്കാം. എന്നിട്ട് കുറച്ച് മൈദാമാവും ഇതിൽ ചേർക്കാം. ആവശ്യത്തിന് മൈദാമാവ്. അതിട്ടിട്ട് നല്ലോണം നമ്മൾ കുഴച്ച് കൊടുക്കാം. നമ്മൾ നല്ലോണം കുഴച്ചെടുത്ത ശേഷം നമുക്ക് കുറച്ചു മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് 1 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് അതും ചേർത്ത് നല്ലോണം കുഴയ്ക്കാം. എന്നിട്ട് നമ്മൾ അതിലത്തെ ഒരു ഉരുള എടുക്കാം. അതിലത്തെ ഒരു ഉരുള എടുത്ത ശേഷം നമുക്കൊന്ന് സർക്കിളായിട്ട് അതേ ഷേപ്പിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം കുതിരണം. ഇപ്പോൾ നമുക്ക് അത് കയ്യിൽ വെച്ച് നല്ല ഷേപ്പിൽ ഇത് ഇത്തിരി അമുക്കി കൊടുക്കാം. എന്നിട്ട് ഉരുളിയിട്ട് അത് നമുക്ക് കയ്യിൽ വെച്ച് തന്നെ കുറച്ച് അമുക്കി കൊടുക്കാം. അമുക്കി കൊടുത്ത ശേഷം ആ ഷേപ്പിൽ തന്നെ നമുക്ക് കുറച്ച് അതിങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് അത് എണ്ണയിലിടാം. പക്ഷെ ഗ്യാസ് കുറച്ച് വെക്കണം. എന്നിട്ട് ഒരു ഉരുളയും കൂടി എടുത്ത് നമ്മൾ ഇപ്പം ആദ്യം ചെയ്ത പോലെ അതും കൂടി കയ്യിലെടുത്ത് ഉരുട്ടി നമ്മൾ അത് ഒരു ഷേപ്പിലാക്കി റൗണ്ട് ഷേപ്പിലാക്കി എന്നിട്ട് എണ്ണയിൽ പൊരിച്ചിടാം. എന്നിട്ട് അതൊരു ബൗളിലിടാം. എന്നാലേ ബൗളിലിട്ടാലേ അത് നമുക്ക് കയ്യിലിട്ടിട്ട് ആ ഉരുള എടുത്ത് റൗണ്ടിൽ നമുക്കൊരു ഷേപ്പ് ആക്കാൻ പറ്റുള്ളൂ. അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അടിയിൽ ലൈക്കും സബ്സ്ക്രൈബും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. ആ ബെല്ലമർത്തിയാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫൈ വരും. പിന്നെ നമുക്ക് ആ പൊരിച്ചത് ഇട്ട് കൊടുക്കാം.
പൊരിച്ചത് ഒരു കരണ്ടി കൊണ്ട് നമുക്ക് കുറച്ച് അങ്ങനെ കമുക്കി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കാം. വെച്ച ശേഷം അത് ഒരു ഓറഞ്ചും റെഡും കലർന്ന് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് എടുത്ത് ഈ ബൗളിൽ വെക്കണം. ഇതിപ്പോൾ നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എടുക്കാം. ഇപ്പം നല്ല കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഹോട്ടലിൽ ഉണ്ടാക്കണ പോലെ ഉണ്ടാവില്ല. ഇത് നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും ഉള്ളതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. ഹോട്ടലിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒരു ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ സുഖം പോലെ ഉണ്ടാവും. വീട്ടിലുണ്ടാക്കുന്നതാണ് ഹെൽത്തി. ആ ബൗളിൽ വെച്ച ഉരുളയൊക്കെ നമ്മൾ ആ വട ആക്കിയ പോലെ തന്നെ റൗണ്ടിൽ ഷേപ്പ് വെച്ചിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം. പൊരിച്ചെടുത്ത ശേഷം അത് നമുക്ക് ഇതിങ്ങനെ മറിക്കാം. എനിക്ക് ഉള്ളിവട എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എനിക്കും ഇഷ്ടമാണ്. ഇതെൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ അച്ഛനും ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഈ കൂട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതോ റിലേറ്റീവ്സിനോ ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയും. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാക്കി തരും, നിങ്ങളും ഉണ്ടാക്കാം. ഇതിപ്പോൾ പൊരിച്ച് കുറച്ച് നേരം വെക്കാം. ഇതിപ്പോൾ ചൂടായ ശേഷം നമുക്ക് ഇതൊന്ന് നിങ്ങൾ നോക്കൂ. നല്ല ഷേപ്പിൽ ഇത് നല്ല ടേസ്റ്റി ഉണ്ടാവും. ഇത് ക്രിസ്പി ക്രഞ്ചിയുള്ള വടയാണ്. ഇപ്പം നമ്മൾ അത് പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതെടുത്ത് പാത്രത്തിൽ വെക്കാം. എന്നിട്ട് ആ ഉരുളയും കൂടി നമുക്ക് എടുത്ത് വെക്കാം. സർക്കിളിലെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഇതെൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട് ഗായ്സ്. അന്ന് നിങ്ങൾ ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യണം. ഇതിൻ്റെ സൗണ്ട് പാത്രം എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല പൊരിച്ച് വരും. എന്നിട്ട് കരണ്ടി എടുത്തിട്ട് ഈ വട നമുക്ക് അപ്പുറത്തെ സൈഡിലാക്കാം. അപ്പം ഇത് പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കരണ്ടി വെച്ചിട്ട് കുറച്ച് അമർത്തി കൊടുക്കാം. വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കണം കേട്ടോ.
പാത്രത്തിൽ എടുത്തു വെച്ചു. ഇത് നോക്കൂ, നല്ല കളറും ഒക്കെ ഉണ്ട് അല്ലേ? ഇവിടെ ഉള്ളി വെച്ചത് ഒന്നും കാണുന്നില്ല, നല്ല കളറുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ നല്ല പലഹാരം ഉണ്ടാക്കി കാണിക്കാം. ബൈ.